ഞങ്ങൾ ട്രിപ്പ് പോവാണ്, പെട്ടെന്നുള്ള പ്ലാനിങ്ങിന്. അതുകൊണ്ട് തന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ പാക്ക് ചെയ്തിങ്ങ് ഇറങ്ങി. ഓൺ ദ വേ പുലർച്ചെ 5 മണിക്ക് നമ്മൾ ഇറങ്ങി. നേരം കുറച്ച് വെളുത്തോട്ടോ, 7 മണിയാവാറായി. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ മുന്നിൽ നിർത്തിയിട്ടിട്ടാണ് കേട്ടോ. ആക്ച്വലി സത്യം പറഞ്ഞാണ്ടല്ലോ, എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. വയനാട്ടിലേക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്, എന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ പോകുന്നത് എനിക്കറിയില്ല, അവിടെയല്ല സത്യം പറഞ്ഞാൽ പോകുന്നത്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചധികം ഓടാനുണ്ട്. സുൽത്താൻ ബത്തേരി എത്തിയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് എവിടെ പോകുന്ന കാര്യം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്കാട്ടോ പോകുന്നത്. ഊട്ടിയിൽ പോകുന്ന ഒരു റൂട്ടിൽ നമ്മൾ നല്ല സ്പോട്ട് കണ്ടിട്ട് നിർത്തിയതാണ്, ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. അറിയാലോ, പോകുന്ന വഴിക്കൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. ഈ സ്പോട്ട് കണ്ടപ്പം ഇറങ്ങാണ്ടിരിക്കാൻ തോന്നിയില്ല. അവിടെ ഇറങ്ങി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 7 hours ഡ്രൈവിന് ശേഷം ഊട്ടിയിലെത്തുന്നത്. ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. ഏകദേശം ഉച്ചയായി. അടയാറാനന്ദ ഭവനിൽ നമ്മൾ കയറിയിട്ടാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. ഇതൊരു ഹെറിറ്റേജ് റിസോർട്ടാണ്. 1828 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഇത്. അതായത് ഏകദേശം ഒരു 200 വർഷം പഴക്കമുണ്ട്. അത് പിന്നെ രാജാക്കന്മാർ കൈയടക്കി. പിന്നെ ഇതിപ്പം പ്രൈവറ്റ് ഓണർഷിപ്പിൽ നടന്നു പോകുന്നുണ്ട്. ബിൽഡിംഗ് ആണെങ്കിലും ഗാർഡൻ ആണെങ്കിലും എല്ലാം തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഊട്ടിയിലെ ക്ലൈമറ്റിൽ ഒരു വിന്റേജ് സ്റ്റൈലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ഫാമിലിക്കൊക്കെ പറ്റിയൊരു റിസോർട്ടാണിത്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം പുറത്തിറങ്ങി നേരെ ബോട്ടിങ്ങിനാണ് പോയത്. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ കൗണ്ടറിൽ തന്നെ QR സ്കാനർ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ പേ ചെയ്ത് ബോട്ടിംഗ് ബുക്ക് ചെയ്യാം. അതൊരു നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. ഏകദേശം ക്ലോസ് ആവാനായതുകൊണ്ട് തന്നെ ഇത്തിരി റഷ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ ടിബറ്റൻ മാർക്കറ്റിലോട്ടേക്കാണ് പോയത്. ഒരുപാട് നല്ല ജാക്കറ്റ്സും സ്വെറ്റേഴ്സും എല്ലാം തന്നെ ഉണ്ട്. അതും നല്ല സ്റ്റൈലിഷ് ആയിട്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നേരെ ഇരട്ടിയിട്ടാ. പിന്നെ നമ്മൾ ആ ക്ലൈമറ്റിൽ ആ സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്ന് നല്ല അടിപൊളി വൈബ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.